ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഡോറബിൾ ലൈഫ് സ്റ്റൈൽ ബൈ ഷബു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലോകപ്രശസ്ത മലയാളിയായ ഷെഫ് സുരേഷ് പിള്ളയുടെ സിഗ്നേച്ചർ ഡിഷായ കരിമീൻ നിർവ്വാണയാണ്. അപ്പോൾ കരിമീൻ പോലുള്ള ഏത് മീൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഈ വിഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2 കരിമീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്യുന്നതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറുനാരങ്ങ നീര്, ഉപ്പൊക്കെ ചേർത്തിട്ട് മസാല തേച്ച് വെക്കണം. അപ്പോൾ നമ്മൾ മീനിന് എങ്ങനെ മസാല തേക്കുന്നെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കത് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ മീനിൽ ഈ മാരിനേഷൻ നന്നായിട്ട് പിടിക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് നേരം ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റോളം വെക്കാം. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ മീനൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ഒരു ഷാലോ ഫ്രൈ ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഞാനിത് അതുപോലെ 2 മീനും ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഭവത്തിൻ്റെ ബാക്കി നമ്മൾ ചെയ്യുന്നത് മൺചട്ടിയിലാണ്. അപ്പോൾ മൺചട്ടി നമുക്ക് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഒരു വാഴയില അതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ മീനൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ 1.5 സ്പൂൺ ഇഞ്ചി ചെറുതായി നുറുക്കിയതാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്.
അപ്പോൾ അതിന് ശേഷം ഞാൻ മാങ്ങയാണ് ചെറുതായി നുറുക്കിയത് ചേർക്കുന്നത്. അതിനുശേഷം ഞാൻ കുരുമുളക് പൊടിയും കറിവേപ്പിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതുകൊണ്ട് അതിൻ്റെ വിഷ്വൽസ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല. അപ്പോൾ ഈ തേങ്ങാപ്പാലിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മീൻ ഒരുപാട് നേരം കുക്കായി കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും. അതുകൊണ്ട് നമുക്ക് തേങ്ങാപ്പാലൊന്ന് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിഷ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.